viewers, welcome back to Silent Learning. It's me, Sri Bhama SB. അപ്പോൾ മിസ്സിയുടെ വെച്ച പോലെ തന്നെ കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ് എന്ന് പറയുന്ന പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ തന്നെ സൂക്ഷിക്കണം. കാരണം എല്ലാ സമയത്തും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എക്സ്പ്ലോറിംഗ് സബ്സ്റ്റൻസ് ആസിഡിക് ബേസിസ് ആൻഡ് ന്യൂട്രൽ. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മിസ് പറയുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതുമായിരിക്കും, പക്ഷെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കും. റെഡി? അപ്പൊ മക്കൾ ഈ ചാപ്റ്ററിൽ ആസിഡിനും ബേസിനും ന്യൂട്രൽ ഒക്കെ നമ്മൾ പഠിക്കണ്ടല്ലേ. അപ്പോൾ ഒരു സാധനം തന്നെ അത് ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള അല്ലേ. ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അത് പല ടൈപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ നാച്ചുറൽ ഉണ്ട്, മാൻമെയ്ഡ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് ആർ ദാറ്റ് ഹെൽപ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ആൽക്കലീസ് ത്രൂ ദ കളർ ചേഞ്ച്. കളറിലെ ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഈ തന്നവൻ ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്ന്. അതില് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് റോസ് പെറ്റൽസ് ഇല്ലേ. അത് വെച്ച് നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്താലോ? എങ്ങനെയാണ് ചെയ്യാം? അപ്പൊ നോക്കിക്കോ മക്കളെ, നമ്മൾ ഈ റോസ് പെറ്റൽ ഇങ്ങനെ ഒന്ന് എന്താണ് ഈ പറഞ്ഞ പോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആസിഡിൽ അത് റെഡ് കളറും കാണിക്കും, ബേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ, ഇതിലൊരു യെല്ലോ വയലറ്റ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളർ പോലെ ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? കാണിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് ഏകദേശം ഒരു കളർ ചേഞ്ച് വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാ അത് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫോളൻ petals of red rose available in your surrounding. നിങ്ങളുടെ ചുറ്റും നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന കുറച്ച് റോസാപ്പൂവിന്റെ ഇതളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ആൻഡ് ഒരിക്കലും പ്ലക്ക് ചെയ്തിട്ട് എടുക്കരുത്, അതിൽ നിന്ന് തന്നെ എടുക്കരുത്, വീണ് കിടക്കുന്നത് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടേക്ക് എ ഫിസ്ഫുൾ ആൻഡ് കളക്റ്റഡ് പെറ്റൽസ് റെഡ് റോസ് ആൻഡ് വാഷ് ദം. അതിന് നന്നായിട്ട് വാഷ് ചെയ്ത് വാട്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്തൊന്ന് വാഷ് ചെയ്ത് റെഡിയാക്കുക. അതിനുശേഷം അതിനെ ക്രഷ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ ഞെരുക്കി എന്ത് ചെയ്യുക? ക്രഷ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു ഗ്ലാസ് ടംബ്ലറിൽ ഇട്ടിട്ട് കുറച്ച് ഹോട്ട് വാട്ടർ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതിങ്ങനെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ഇങ്ങനെ ഇളക്കുക എന്നല്ല, ക്രഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിക്വിഡ് പരുവത്തിൽ വേണമെങ്കിൽ ആക്കുക. നമ്മൾ റോസ് പെറ്റൽസ് ചെയ്ത് വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ 10 to 20 drops ഓഫ് പ്രിപ്പയർഡ് റെഡ് റോസ് എക്സ്ട്രാക്ട് നമ്മൾ എടുത്തിട്ട് ഒരു ഏതെങ്കിലും ഒരു സാധനത്തിൽ എടുക്കുക. അതിലോട്ട് നമ്മൾ ആസിഡിന്റെ ഒരു സാധനം ബേസിന്റെ ഒരു സാധനം വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്നിട്ട് നമ്മൾ ഒരു ലെമൺ ജ്യൂസ് ആണ് ആദ്യം എടുക്കുന്നത്. ഞാനൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൽ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ റോസ് പെറ്റലിന്റെ ഈ നമ്മൾ പറഞ്ഞ എക്സ്ട്രാക്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആൻഡ് അതേപോലെ തന്നെ സോപ്പ് സൊല്യൂഷൻ ഞാൻ വേറൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുണ്ട്. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ് മക്കളെ സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഈ പറഞ്ഞ പോലെ റെഡ് റോസ് എക്സ്ട്രാക്ട് എടുക്കുന്ന സമയത്ത് രണ്ടിൽ ഒരേ കളർ കാണിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ആസിഡ് കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. ലെമണിനകത്ത് എന്തുണ്ട്? പുളിരുചി, സോട്ടീസ്, ദാറ്റ് മീൻസ് ആസിഡ് കണ്ടന്റ് ഉണ്ട്. അപ്പോ എന്ത് സംഭവിക്കും? റോസ് പെറ്റൽസിന്റെ കളർ റെഡ് കളർ ആയിരിക്കും. റെഡി? അപ്പൊ ആസിഡില് റോസ് റെഡ് കളർ, ARR ആൻഡ് RRA എന്നൊക്കെ വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം സിമ്പിൾ ആയിട്ട്. ആൻഡ് ആൽക്കലിയിൽ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള സോപ്പ് സൊല്യൂഷൻ ആണ് തന്നെന്നുണ്ടെങ്കിൽ അതൊരു ഗ്രീൻ കളറാണ് കാണിക്കുക കേട്ടോ. അപ്പൊ അതാണെങ്കിൽ ബേസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോ അമല ജ്യൂസ് ആണെങ്കിൽ എന്താ മക്കളെ? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അമല ജ്യൂസ് എന്ന് പറഞ്ഞ റെഡ് കളറാണ്, അസിഡിക് ആണ് എന്ന് നമുക്കറിയാം. ആസിഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ റെഡ് കളർ കാണിക്കും അല്ലേ. അമല നമ്മൾ അറിയില്ലേ, നമ്മൾ കഴിച്ച പുളിരുചി അല്ലേ, സോട്ടീസ്റ്റ് അല്ലേ. ആൻഡ് ലൈം വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് ചുണ്ണാമ്പ് വെള്ളമാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ലൈം വാട്ടർ പറഞ്ഞാൽ അത് ഗ്രീൻ കളർ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്. അപ്പൊ ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത് എന്താണ്? ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ റെഡ് റോസ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. വി can conclude that red rose extract seems to give red color in an acidic solution and green color in basic solution എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സെറ്റ് അല്ലേടാ? ഇനി അടുത്തത് ടേമറിക്കിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടേമറിക്കിൽ വരുന്നത് എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി അല്ലേ. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? പേപ്പറിലൊക്കെ ഒന്ന് ബ്ലോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കുക. സിമ്പിൾ ആയിട്ട് ലിറ്റ്മസ് പേപ്പറായി. നോക്കൂ, ഹൽദി നമ്മൾ എടുക്കുകയാണ്. അത് വാട്ടർ ആയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയൊരു ഫിൽറ്റർ പേപ്പർ, ഒരു കുഞ്ഞ് പേപ്പർ എടുത്താൽ മതി. ഇതുപോലെ ഒരു കുഞ്ഞ് പേപ്പർ എടുത്തിട്ട് അതിലോട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് പിടിപ്പിക്കുക. അതൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ച് ഒരു തിൻ സ്ട്രിപ്പ് ആക്കിയിട്ട് നമ്മൾ ചെറിയ പീസ് ആക്കിയിട്ട് അത് റെഡിയാക്കി എടുത്തിട്ട് അത് വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അത് വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് ലെമൺ ജ്യൂസ് വെച്ചിട്ടും സോപ്പ് സൊല്യൂഷൻ വെച്ചും ചെയ്ത് നോക്കാം. ലെമൺ ജ്യൂസിൽ ചെയ്യുമ്പോൾ കളർ ചേഞ്ച് ഒന്നും കാണിക്കില്ല. അതേസമയം സോപ്പ് സൊല്യൂഷനിലാണെങ്കിൽ റെഡ് കളർ കാണിക്കും. നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞപ്പൊടിയുള്ള കറി എങ്ങാനും ദേഹത്ത് വീണു വിചാരിച്ചോ, അപ്പൊ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? സാധനം വീണാൽ വേഗം സോപ്പ് എടുത്ത് കഴിക്കില്ലേ? അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? അത് റെഡ് കളറായിട്ടേ നിൽക്കുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്ക്. മഞ്ഞപ്പൊടി കുറച്ച് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് സോപ്പ് ആക്കി നോക്ക്, റെഡ് കളറാ. കാരണം ബേസിക്കല്
ഈ പറയുന്ന പോലെ നമ്മുടെ ടേമറിക്ക റെഡ് കളറാണ് കാണിക്കുക. അമല ജ്യൂസ് ആണെങ്കിൽ അതിൽ ആസിഡാണ്, സോ കളർ ചേഞ്ച് ഒന്നും കാണിക്കില്ല, അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. റെഡി അല്ലേടാ? അപ്പൊ ടേമറിക്കും ഒരു അടിപൊളി ടേമറിക് പേപ്പർ അല്ലെങ്കിൽ ടേമറിക് സ്ട്രിപ്സ് എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ നോക്കൂ, ടേമറിക് പേപ്പർ ക്യാൻ ബി യൂസ് ടു ടെസ്റ്റ് ബേസിക് നേച്ചർ ആൻഡ് ഹിയർ ദ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ന്യൂട്രൽ സബ്സ്റ്റൻസസ്. ആസിഡിനെയും ബേസിനെയും ന്യൂട്രലിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ടേമറിക് പേപ്പർ യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ്. അതിൽ കളർ ചേഞ്ച് എന്താണെന്ന് പഠിക്കുക, അത് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണെന്ന് പഠിക്കുക, അപ്പോൾ എക്സാമ്പിൾസ് പഠിക്കുക. സോ അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ പഠിക്കുക. എക്സാമുകളും കാര്യങ്ങളൊക്കെ തകർത്തന്നെ എഴുതണം. എല്ലാ എക്സാമിനും മിടുക്കന്മാരും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ. സീരിയസ് ബൈ.